പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ് കോമ്പണൻസ് ഓഫ് ടൈം സീരീസ്. ടൈം സീരീസിന്റെ കോമ്പണൻസ് ആണ് പറയുന്നത്. അതിന്റെ ഡിഫറെന്റ് എലമെന്റും അതിന്റെ പാറ്റേണിന്റെയും അടിസ്ഥാനത്തിൽ, അതിന്റെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ, ടൈം സീരീസിന്റെ മൂവ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അതിന് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പണൻസ് ഓഫ് ടൈം സീരീസ്. കോമ്പണൻസ് ഓഫ് ടൈം സീരീസ് ആർ ദ ഡിഫറെന്റ് എലമെന്റ് ആർ പാറ്റേൺ ദാറ്റ് മേക്ക് അപ്പ് ദ മൂവ്മെന്റ് ഇൻ എ ടൈം സീരീസ് ഓവർ ടൈം. ഒരു ടൈം സീരീസിന്റെ മൂവ്മെന്റിന് ഘടകമാകുന്ന, അതിന്റെ പാറ്റേണും അതിന്റെ എലമെന്റിനും ഘടകമാകുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4 കോമ്പണന്റ് ആണുള്ളത്. ഒന്ന് സെക്കുലർ ട്രെൻഡ്, 2 സീസണൽ വേരിയേഷൻ, 3 സൈക്ലിക്കൽ വേരിയേഷൻ, 4 ഇറഗുലർ ഓർ റാൻഡം വേരിയേഷൻ. ആദ്യത്തേത് നമ്മൾ പറയാണ്. ഒന്നാമത്തെ നമ്മൾ പറയുന്നത് സെക്കുലർ ട്രെൻഡ്. സെക്കുലർ ട്രെൻഡ് ആൾസോ നോൺ ആസ് ലോങ് ടേം ട്രെൻഡ്. അത് ലോങ് ടേം ട്രെൻഡ് ആണ്. റെഫേഴ്സ് ടു ദ സ്മൂത്ത് ആൻഡ് കൺസിസ്റ്റന്റ് മൂവ്മെന്റ് ഇൻ ടൈം സീരീസ് ഓവർ എ ലോങ് പീരീഡ്. ഒരു ലോങ് പീരീഡിലേക്ക് ഒരു സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ടൈം സീരീസ് ഈ രീതി പോവാണെങ്കിൽ ദിസ് എ സെക്കുലർ ട്രെൻഡ് ആണ്. ഒരു ലോങ് ടേമിലേക്ക് ഒരേ ഇതിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ്, ട്രെൻഡ് ആണ് ഇതിൽ കാണിക്കുന്നത്. ദിസ് എ സെക്കുലർ ട്രെൻഡ് എന്ന് പറയും. ഇത് ഷോസ് ജനറൽ ഡയറക്ഷൻ. ഒരു ജനറൽ ഡയറക്ഷൻ ഉണ്ടായിരിക്കും, അത് കാണിക്കും. അന്ന് ഇപ്പൊ നേരത്തെ കാണിച്ചത് അപ്വാർഡിലേക്കുള്ളതാണ്, അല്ലെങ്കിൽ ഡൗൺവാർഡിലേക്കുള്ള, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. ഈ രീതിയിലൊക്കെ ഇത് വരാം. ഒന്നെങ്കിൽ ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഈ രീതിയിലൊക്കെ ഈ സെക്കുലർ ട്രെൻഡിനുണ്ടായി. ഇൻ വിച്ച് വേരിയബിൾ ഈസ് മൂവിങ് ഓവർ ടൈം ഇഗ്നോറിംഗ് ഷോർട്ട് ടൈം ഫ്ലക്ച്വേഷൻ. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ടൈം ആയിട്ടുള്ള ഫ്ലക്ച്വേഷനുകൾ ഇത് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലോങ് ടേം മൂവ്മെന്റ്, ടിപ്പിക്കലി ഇയേഴ്സ് ഓർ ഡിക്കേഡ്സ്, റിഫ്ലക്ട് പെർമനന്റ് ചേഞ്ച് ഇൻ ദ സീരീസിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, കോസ്ഡ് ബൈ ഫാക്ടേഴ്സ്. അതിന് സഹായകരമാവുന്ന ഫാക്ടേഴ്സ് ഒന്ന് പോപ്പുലേഷൻ ഗ്രോത്ത്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, എക്കണോമിക് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ സ്മൂത്ത് കർവ് ഓർ സ്ട്രൈറ്റ് ലൈൻ വെൻ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്. ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്ത സ്മൂത്ത് കർവ് സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും അതുണ്ടായിരിക്കുക. ഇത് അതിനൊരു നമുക്ക് പറയാൻ പറ്റുന്ന 2 മൂവ്മെന്റുകളാണ് ഇവിടെയുള്ള. അപ്വാർഡ് ട്രെൻഡും ഡൗൺവാർഡ് ട്രെൻഡിന്റെയും കർവുകളാണ് ഈ കാണിച്ചിട്ടുള്ളത്. എക്സാമ്പിൾ, ഇൻക്രീസ് ഇൻ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ഓവർ ഡിക്കേഡ്. ഒരു ഡിക്കേഡ് ആയിട്ട് ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസ് ചെയ്യാണ്. റൈസ് ഇൻ പ്രൈസ് ഡ്യൂ ടു ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ കൊണ്ട് ഓരോ വർഷം പ്രൈസ് കൂടുകയാണല്ലോ. ഓക്കെ, അതെന്താണ് ലോങ് ടേം ആയിട്ടുള്ള. ഇപ്പൊ സ്വർണത്തിന്റെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഓരോ വർഷം കൂടുമ്പോൾ തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ഒരു സാധനം വായിച്ചു നോക്കിയപ്പോൾ 2015 19,000 രൂപയായിരുന്നു ഗോൾഡിന് ഉണ്ടായിരുന്നത്. ഇൻക്രീസ്. ദാറ്റ്സ് എ സെക്കുലർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ആണ്. ഗ്രാജുവൽ ഗ്രോത്ത് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിന്റെ ഗ്രാജുവൽ ഗ്രോത്ത്. ഇനി സീസണൽ വേരിയേഷൻ, രണ്ടാമത്തെ കോമ്പണൻസ് ആണ് സീസണൽ വേരിയേഷൻ. സീസണൽ വേരിയേഷൻ റെഫേഴ്സ് ടു ദ റെഗുലർ ആൻഡ് പീരിയോഡിക് ഫ്ലക്ച്വേഷൻ. ഒരു റെഗുലർ ആയിട്ട് അല്ലെങ്കിൽ ഒരു പീരിയോഡിക് ആയിട്ട് ഫ്ലക്ച്വേഷൻ. ഒരു പീരീഡ് എത്തുമ്പോൾ സെയിൽസ് കൂടുക അല്ലെങ്കിൽ കുറയുക. അങ്ങനെ ഒരു ഉദാഹരണം പറയാം. ഇൻ എ ടൈം സീരീസ് ദാറ്റ് ഒക്കർ വിത്തിൻ ഫിക്സഡ് ടൈം പീരീഡ്. ഒരു ഫിക്സഡ് ടൈം പീരീഡ് ലൈക്ക് എ ഇയർ, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ, ഒരു മന്ത്, ഒരു വീക്ക്. അപ്പോൾ പെരുന്നാൾ ആകുമ്പോൾ ഡ്രസ്സിന്റെ വിൽപ്പന കൂടുന്നു. ദാറ്റ്സ് എ സീസണൽ. ഒരു സീസൺ ആകുമ്പോൾ, അല്ലെങ്കിൽ വേനൽക്കാലം ഐസ്ക്രീമിന്റെ വിൽപ്പന കൂടുന്നു. ദാറ്റ് ഇസ് സീസണൽ വേരിയേഷൻ. ചായക്കട ആണെങ്കിൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ചായ കച്ചവടം കൂടുന്നു. ദാറ്റ്സ് എ സീസണൽ ആയിട്ടുള്ള വേരിയേഷൻ. ദിസ് ചേഞ്ച് ആർ റിപ്പീറ്റീവ് ആൻഡ് പ്രഡിക്റ്റബിൾ. ഇതൊരു റിപ്പീറ്റീവ് ആണ്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അടുത്ത ഇക്കൊല്ലം പെരുന്നാൾ ഡ്രസ്സിന് കൂടി അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ ഡ്രസ്സിന്റെ വിൽപ്പന കൂടും. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ആര് സാധനം ഇറക്കാല്, ടെക്സ്റ്റൈൽസുകൾ, ഡ്രസ്സുകളൊക്കെ ഇറക്കാറുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കോസ്ഡ് ബൈ സീസണൽ ഫാക്ടേഴ്സ് സച്ച് ആസ് വെതർ. ചിലപ്പോൾ കാലാവസ്ഥ ആയിരിക്കും, അല്ലെങ്കിൽ ഫെസ്റ്റിവൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹോളിഡേ ആയിരിക്കും, അല്ലെങ്കിൽ സോഷ്യൽ ഹാബിറ്റ് ആയിരിക്കും. കീ ഫീച്ചേഴ്സ്, റിപ്പീറ്റ് ഇൻ എ ഫിക്സഡ് പീരീഡ്. ഓരോ പീരീഡിലും അത് റിപ്പീറ്റ് ചെയ്യും. കൊല്ലം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോൾ അതുണ്ടാവും. എവറി സമ്മർ, എവറി ഡിസംബർ. ഓക്കെ, ഷോർട്ട് ടൈം, അതൊരു ഷോർട്ട് ടൈം ആയിരിക്കും. പ്രഡിക്റ്റബിൾ വേരിയേഷൻ ആയിരിക്കും. ഹെൽപ്സ് ഇൻ സീസണൽ പ്ലാനിങ് ഫോർ പ്രൊഡക്ഷൻ. ഇത് സീസണൽ പ്ലാനിങ് പ്രൊഡക്ഷനിൽ ഒരു സീസണൽ പ്ലാനിങ്ങിന് ഇത് സഹായകരമാണ്. എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ആകുമ്പോൾ കൂടുതൽ ഡ്രസ്സ് പോകും. അപ്പൊ അതിനനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടണം. മാർക്കറ്റിംഗ്, സ്റ്റാഫിംഗ് ഒക്കെ നമുക്കറിയാം. പെരുന്നാളിന്റെ ഒക്കെ സീസൺ ആയാൽ ടെക്സ്റ്റൈൽസിലൊക്കെ പോയാൽ കൂടുതൽ കച്ചവടക്കാരുടെ എണ്ണം കൂടും, സെയിൽസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടും. എക്സാമ്പിൾസ്, ഇൻക്രീസ് സെയിൽ ഓഫ് വൂളൻ ക്ലോത്ത് ഡ്യൂറിങ് വിന്റർ. വിന്ററിൽ നല്ല ജാക്കറ്റ് പോലുള്ള ഡ്രസ്സിന്റെ സെയിൽ കൂടും. ഹൈ ഡിമാൻഡ് ഫോർ ഐസ്ക്രീം ഓർ കോൾഡ് ഡ്രിങ്ക്സ് ഇൻ സമ്മറിൽ.
ഐസ്ക്രീമിനും കോൾഡ് ഡ്രിങ്ക്സിനൊക്കെ ഡിമാൻഡ് കൂടും. റൈസ് ഇൻ ട്രാവൽ ബുക്കിംഗ് ഡ്യൂറിങ് ഹോളിഡേ സീസൺ ലൈക്ക് ഡിസംബറിലൊക്കെ ട്രാവൽ ബുക്കിംഗ് കൂടും. ഇനി മഴക്കാലത്ത് ഇടുന്ന കോട്ട്, നമ്മൾ മഴക്കാലത്ത് ഇടുന്ന കോട്ട് ഉണ്ടല്ലോ നമ്മൾ പുതുതായിട്ട് ഇറങ്ങിയ, അതൊക്കെ ഈ മെയ് ആകുമ്പോൾ അതിന്റെ സെയിൽസ് കൂടും. ഇമ്പോർട്ടൻസ് എൽസ് ബിസിനസ് പ്ലാൻ ഇൻവെന്ററി ആൻഡ് മാർക്കറ്റിംഗ്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇൻവെന്ററി മാർക്കറ്റിങ്ങിന് അത് പ്ലാൻ ചെയ്യുന്നതിന് സഹായകരമാണ്. അസിസ്റ്റ് ഇൻ റിമൂവിങ് സീസണാലിറ്റി റിമൂവ് ചെയ്യുന്നതിന് സഹായകരമാണ്. ടു ഐഡന്റിഫൈ ട്രൂ ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. യൂസ്ഫുൾ ഫോർ മേക്കിംഗ് അഡ്ജസ്റ്റഡ് ഫോർകാസ്റ്റ് മേക്ക് ചെയ്യുന്നതിന് ഇത് സഹായകരം. ഇനി സൈക്ലിക്കൽ വേരിയേഷൻ റെഫേഴ്സ് ടു ദ വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ ഇൻ എ ടൈം സീരീസ് ദാറ്റ് ഒക്കർ ഓവർ എ ലോങ് പീരിയഡ് ഒരു വേവ് ലൈക്ക് ഫ്ലക്ച്വേഷൻ ആയിരിക്കും. യൂഷ്വലി മോർ ദാൻ ഇയർ, ഒരു വർഷം, ആൻഡ് നോട്ട് ഫോർ ഫിക്സഡ് ഓർ റെഗുലർ ഇന്റർവെൽ. ഒരു ഫിക്സഡ് ആയിരിക്കില്ല, ഒരു റെഗുലർ ഇന്റർവെല്ലിലായിരിക്കില്ല. ദിസ് വേരിയേഷൻ ആർ ജനറലി അസോസിയേറ്റ് വിത്ത് എക്കണോമിക് ഓർ ബിസിനസ് സൈക്കിൾ. ഒരു ബിസിനസ് സൈക്കിളിന്റെ മാതിരി ആയിരിക്കും ഇതിന്റെ ഉണ്ടായിരിക്കുക. പ്രോസ്പെരിറ്റി, റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി, ഈ രീതിയിലായിരിക്കും ഇതിന്റെ. ഈ രീതിയിലുള്ള സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ എന്ന് നമ്മൾ പറയാം. ഇതൊരു വേവ് ലൈക്ക് ആയിരിക്കും. ഇതിന് കീ ഫീച്ചേഴ്സ് ലോങ് ടൈം ഫ്ലക്ച്വേഷൻ ആയിരിക്കും. 4 to 10 years ഒക്കെ ആയിരിക്കും അതിന്റെ ഫ്ലക്ച്വേഷൻ. നോട്ട് സീസണൽ, ഒരു സീസണൽ ആയിരിക്കും, ബട്ട് റിപ്പീറ്റിംഗ് ഓവർ എക്കണോമിക് സൈക്കിൾ. ഒരു എക്കണോമിക് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബൂം ഉണ്ടായാൽ അടുത്തങ്ങനെ പോയിട്ട് വീണ്ടും ബൂമിലേക്ക് എത്തും. അത് സീസണൽ ആയിരിക്കില്ല എപ്പോഴും ഉണ്ടാവും, നമുക്ക് പെട്ടെന്നൊന്നും പ്രൊഡ്യൂസ്. ഇൻഫ്ലുവൻസ്ഡ് ബൈ മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ്, എംപ്ലോയ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ് പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് ട്രെൻഡ് പോലുള്ള മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഡിഫിക്കൽട്ട് ടു പ്രഡിക്റ്റ് ചെയ്യാൻ ഇത് ഡിഫിക്കൽട്ട് ആണ്. എക്സാമ്പിൾ ബിസിനസ് ബൂം ഫോളോഡ് ബൈ സ്ലോ ഡൗൺ ആൻഡ് റിസഷൻ. സ്ലോ ഡൗണും റിസഷന് ശേഷം ബിസിനസ് ബൂം ഉണ്ടാകും. റൈസ് ആൻഡ് ഫാൾ GDP ഗ്രോത്ത് ഓവർ ഡിക്കേഡ്. ഓവർ ഡിക്കേഡിൽ GDP ഗ്രോത്ത് റൈസ് ചെയ്യും, ഫാൾ ചെയ്യും. ഫ്ലക്ച്വേഷൻ ഇൻ എംപ്ലോയ്മെന്റ് പ്രൊഡക്ഷൻ ഡ്യൂ ടു എക്കണോമിക് സൈക്കിൾ. എംപ്ലോയ്മെന്റും പ്രൊഡക്ഷനുള്ള ഫ്ലക്ച്വേഷൻ എക്കണോമിക് സൈക്കിൾ. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട എക്സ്പാൻഷൻ, പീക്ക്, കോൺട്രാക്ഷൻ, ത്രൂ ഡിപ്രഷൻ, റിക്കവറി, ഇതാണ് ഇതിന്റെ ഓരോ സ്റ്റേജ് എന്ന് പറയുന്നത്. എക്സ്പാൻഡ് ചെയ്യാൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക, പീക്ക് അതിന്റെ ഏറ്റവും ഹൈയസ്റ്റിൽ എത്തിയിട്ടുണ്ട്. കോൺട്രാക്ഷൻ, റിസഷൻ, ത്രൂ എന്ന് പറയുന്നത് ഡിപ്രഷൻ, അവിടുന്ന് റിക്കവർ ചെയ്തിട്ട് വീണ്ടും പോകുന്നു. ഇതാണ് ബേസിസ് ഓഫ് സൈക്ലിക്കൽ വേരിയേഷൻ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ലോങ് ടേം എക്കണോമിക് പ്ലാനിങ്ങിന് ഇത് സഹായകരമാണ്. യൂസ്ഫുൾ ഫോർ പോളിസി മേക്കിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. പോളിസി മേക്കിങ്ങും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും ഇത് സഹായകരമാണ്. ഓഫർ ഇൻസൈറ്റ് ഇൻ ടു അണ്ടർലൈൻ എക്കണോമിക് ഹെൽത്ത്. ഒരു എക്കോണമിയുടെ ഹെൽത്ത്, അതിന്റെ ഒരു സ്ഥിതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഇത് സഹായകരമാണ്. അടുത്ത ഇറഗുലർ വേരിയേഷൻ ആർ അൺപ്രഡിക്റ്റബിൾ ഷോർട്ട് ടൈം ചേഞ്ച് ഇൻ എ ടൈം സീരീസ്. ഒരു ഡാറ്റയിൽ ഒരു പ്രത്യേക ഇവന്റിൽ ഒരു പ്രഡിക്റ്റ് ചെയ്യാത്ത ഇത് വരിക, ഷോർട്ട് ടൈം ചേഞ്ച് ആയിട്ട് വരിക. ദാറ്റ് ഒക്കർ ഡ്യൂ ടു അൺഎക്സ്പെക്റ്റഡ് അൺയൂഷ്വൽ ഇവന്റ്. അത് ഒരു പ്രതീക്ഷിക്കാതെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഇവന്റ് ആണ്. ദിസ് വേരിയേഷൻ ഡു നോട്ട് ഫോളോ എനി പാറ്റേൺ. അതൊരു പാറ്റേൺ ഉണ്ടാവാൻ സാധ്യത. ഇതിന് കാരണങ്ങളായിട്ടുള്ളത് നാച്ചുറൽ ഡിസാസ്റ്റർ, സ്ട്രൈക്ക്, പാൻഡമിക്സ്, പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഓർ ആക്സിഡന്റ്. നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് പെട്ടെന്ന് സെയിൽസ് ഒക്കെ ഡിം ആയത്. അതൊക്കെയാണ് നമ്മൾ ഇറഗുലർ വേരിയേഷൻ. വരുന്നതിന് നമുക്ക് അറിയില്ലല്ലോ. അൺപ്രഡിക്റ്റബിൾ ആൻഡ് നോൺ റിപ്പീറ്റേറ്റീവ്. ഇത് അൺപ്രഡിക്റ്റബിൾ, പിന്നീട് അത് വരണമെന്നില്ല. കോസ്ഡ് ബൈ അൺഎക്സ്പെക്റ്റഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഇതിന് മറ്റു പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇതിന് കാരണമാകും. കനോട്ട് ബി ഈസിലി മെഷേർഡ് ഓർ ഫോർകാസ്റ്റഡ്. നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റില്ല, ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൾസോ നോൺ ആസ് റെസിജ്വൽ വേരിയേഷൻ. ഇതിനെ റെസിജ്വൽ വേരിയേഷൻ എന്ന് പറയും. ആഫ്റ്റർ റിമൂവിംഗ് ട്രെൻഡ്, സീസണൽ ആൻഡ് സൈക്ലിക്കൽ കോമ്പണൻസ്. എക്സാമ്പിൾ എ സഡൻ എർത്ത് അഫക്റ്റിംഗ് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്. ഒരു ഭൂമികുലുക്കം ഉണ്ടായാൽ വ്യവസായത്തിലുള്ള പ്രൊഡക്ഷൻ കുറയും. COVID-19 പാൻഡമിക് ഡിസ്റപ്റ്റിംഗ് ഗ്ലോബൽ മാർക്കറ്റിനെ COVID-19 പാൻഡമിക് ഡിസ്റപ്റ്റ് ചെയ്തു. വാർ കോസിംഗ് എ സ്പൈക്ക് ഇൻ ഫ്യൂൽ പ്രൈസ്. പെട്ടെന്ന് യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ പെട്രോളിന്റെ വില കൂടുന്നത്. ഫ്ലഡ് അഫക്റ്റിംഗ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. ഫ്ലഡ് എന്ത് ചെയ്യുന്നത്, അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ അഫക്ട് ചെയ്യും. ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് അൺഎക്സ്പെക്റ്റഡ് ഡീവിയേഷൻ ഡാറ്റ. ഇമ്പോർട്ടൻസ് അൺഎക്സ്പെക്റ്റഡ് ഡീവിയേഷൻ മനസ്സിലാക്കുന്നതിന് ഇത് സഹായകരമാണ്. എൻകറേജ് റിസ്ക് മാനേജ്മെന്റ് എൻകറേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്രിപ്പറേഷൻ ഫോർ കണ്ടിജൻസി. ക്രൂഷ്യൽ ഫോർ റിയലിസ്റ്റിക് ഫോർകാസ്റ്റിംഗ് ക്രൂഷ്യൽ ആണ്. ആൻഡ് ഡിസിഷൻ മേക്കിങ്ങിനും ഇതൊരു ക്രൂഷ്യൽ ആണ്. ഇത്രയാണ് നമുക്ക് ടൈം സീരീസിലെ കോമ്പണൻസ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.